ഹായ്, ഞാൻ അമീൻ ഷിജാസ്. ഞാൻ മൂവാറ്റിൽ നിന്നാണ് വരുന്നത്. ഹായ്, ഐ എം അഫിൻ അഷ്റഫ്. ഞാൻ എറണാകുളം മൂവാറ്റൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ എന്ന് പറഞ്ഞാൽ 10+2 കാലഘട്ടം മുതൽ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. ഇപ്പോൾ തുടർച്ചയായി ഇപ്പോൾ ACCA ഈഗിൾസിലും ഞങ്ങൾ ഒന്നിച്ചാണ് ACCA കോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ +2 കാലഘട്ടം തൊട്ടാണ് ഞങ്ങൾ ഒരു സ്കൂളിലാവുന്നത്. 10ാം ക്ലാസ്സിൽ ഞാനും ഇവനും വെവ്വേറെ സ്കൂളുകളായിരുന്നു. അപ്പോൾ ഞാൻ സയൻസ് സ്ട്രീമും ഇവൻ കൊമേഴ്സ് സ്ട്രീമും ആയിരുന്നു. +2 കഴിഞ്ഞതോടെ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ലായിരുന്നു. പലവരുടെയും അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡി ആകുമ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യേണ്ടത്, എന്താ എടുക്കേണ്ടത്, ജീവിതത്തിൻ്റെ കാര്യങ്ങളെ പറ്റി ചിന്തിക്കണോ അതെയോ എൻജോയ്മെൻറ്റേജ് പറ്റി ചിന്തിക്കണോ, ഒന്നും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഇവൻ്റെ വീട്ടിലാണെങ്കിൽ നഴ്സിങ്ങിനെ പറ്റിയും എൻ്റെ വീട്ടിൽ BCom നല്ല ചർച്ച ഉണ്ടായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ACCA എന്നൊരു ഐഡിയ കിട്ടുന്നത്. നല്ലൊരു കോഴ്സാണെന്ന് ഞങ്ങൾക്ക് തോന്നി. പക്ഷേ ACCA എന്ന് പറയുമ്പോൾ തന്നെ പൊതുവെ പുറത്താണെങ്കിലും അകത്താണ് എല്ലാവരും പൊതുവെ ഒരു പറച്ചിൽ എന്ന് പറഞ്ഞാൽ നല്ലൊരു അത്യാവശ്യം ടഫ് ഒരു കോഴ്സായിരുന്നു. പക്ഷേ ACCA എന്നുള്ള അല്ലാണ്ട് അതിൻ്റെ അപ്പുറം ഈ ACCA കുറിച്ച് കൂടുതൽ അറിവുകൾ നമുക്ക് വലിയ കാര്യമായിട്ട് നമുക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ നമ്മൾ ആദ്യം പേരൻസ് അങ്ങനെ പറഞ്ഞപ്പോൾ ഞങ്ങൾ വലിയ സീരിയസ് ആക്കി എടുത്തില്ല. ഞങ്ങൾ കാരണം വെച്ചാൽ നമ്മുടെ ഏജിലുള്ള നമ്മുടെ ഫ്രണ്ട്സ് കോളേജിലേക്ക് പോകുന്നു, കോളേജിലെ ഇവൻറ്റ്സ് അതേപോലെ ഫ്രണ്ട്സായിട്ടുള്ള ഓരോ പരിപാടികളൊക്കെയാണ് നമ്മുടെ മനസ്സിലും. അതൊക്കെ ഓർത്തുകൊണ്ട് നമ്മൾ ACCA അത്ര സീരിയസ് ആക്കിയിരുന്നില്ല ആദ്യം. പിന്നെയാണ് ഈഗിൾസിൽ നമുക്ക് ഓരോ റെഫറൽ വഴി ഈഗിൾസിനെ കുറിച്ച് കൂടുതൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരുടെയും നാട്ടിലുള്ള ഫ്രണ്ട്സ് ആണെങ്കിൽ തന്നെ ഇവിടെ CA ബാച്ചിന് ഓൾറെഡി ഇവിടെ അഡ്മിഷൻ എടുത്തവരുണ്ടായിരുന്നു, പഠിക്കുന്നവരുണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞ് ഏകദേശം ഫൗണ്ടേഷൻ പാസ്സായി അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ACCA പറ്റി കൂടുതൽ നമ്മൾ അറിയാൻ തുടങ്ങി. കാരണം അതിനെപ്പറ്റി പേരൻസ് ഓൾറെഡി അതിനകത്ത് ഇൻവോൾവ് ആയി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇവരെ ACCA വിടാം, ACCA ഒരു ബെസ്റ്റ് കോഴ്സാണ്, അങ്ങനെ ഒരു മൈൻഡിൽ പേരൻസ് ഓൾറെഡി അവർ ഇൻവോൾവ് ആയി കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് വന്നാൽ പിന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടൊരു സ്റ്റാൻഡേർഡ് കോഴ്സ് തന്നെ ചൂസ് ചെയ്യാം എന്നൊരു മൈൻഡിലേക്ക് ഞങ്ങളും നീങ്ങി. അപ്പോൾ കൂടുതൽ ACCA പറ്റി നമുക്ക് അറിയാവുന്ന ആൾക്കാരെ അടുത്തും അല്ലാണ്ട് പേരൻസ് വഴി നമുക്ക് കൂടുതൽ ഞാനും ഇവനും അറിയാൻ തുടങ്ങി. എന്നിട്ട് ആണ് ഞങ്ങൾ ഈഗിൾസ് എന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി കേൾക്കുന്നതും ഇങ്ങോട്ട് ഞങ്ങൾ എത്തിപ്പെടുന്നതും. ACCA എന്ന് ആദ്യം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ഭയങ്കര കോമഡി ആയിട്ട് ഫീൽ ചെയ്തു. കാരണം എന്നെപ്പോലുള്ളൊരു സ്റ്റുഡൻറ്റിന് ACCA എന്നൊരു ഡ്രീമേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കത് കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം +2 അത്യാവശ്യം പഠിച്ച് പാസ്സായി എന്നല്ലാതെ അതിൽ കൂടുതലൊന്നും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഡെയിലി കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കേണ്ട ഒരു കോഴ്സാണ് ഈ ACCA പോലത്തെ കോഴ്സുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ട്രീമിലേക്ക് തിരിയണമെന്ന് പെട്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞതും ഞാൻ വലിയ ഞെട്ടില്ലാണ്ട് കേട്ട് നിന്നു. കാരണം എൻ്റെ ഫാദറിൻ്റെ അടുത്ത് കോമഡി പറയുകയാണെന്ന് തന്നെയാണ് ഞാൻ ഓർത്തിരുന്നത്. പക്ഷെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും മാറി പറഞ്ഞു. എനിക്ക് ACCA പഠിക്കാൻ പറ്റാണ്ട് വന്നു. ഞാൻ ഇങ്ങോട്ട് വന്നതും ഭയങ്കര ടെൻഷനിലാണ് വന്നത്. എനിക്ക് നല്ല നെർവസായിരുന്നു. എന്ത് ചെയ്യേണ്ടത്, ക്ലാസ് കേൾക്കണം, ക്ലാസ് ആയിട്ട് മനസ്സിലായില്ലെങ്കിൽ എന്ത് ചെയ്യും, എങ്ങനെ പഠിക്കും. അത്രയും കൺസിസ്റ്റൻ്റ് പഠിക്കുന്ന ഒരാളല്ല. നമുക്ക് ശീലമില്ല. അങ്ങനെ ചെറുപ്പം തൊട്ട് പോലും നമ്മളങ്ങനെ ഒരു രീതിയിൽ പോലും ഒരു ക്ലാസ്സിലും ഒരു സബ്ജക്റ്റിനും ഒന്നിൽ പോലും നമ്മളങ്ങനെ കൺസിസ്റ്റൻ്റായിട്ട് നോക്കുകയോ ഇരിക്കുകയോ പഠിക്കുകയോ വായിക്കുകയോ എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നതും എനിക്ക് ഒട്ടും പറ്റുമെന്ന് തോന്നിയില്ല ഇങ്ങനെ ഒരു കോഴ്സ് എടുക്കാനും പഠിക്കാനും പറ്റുമെന്ന്. പക്ഷേ ഈഗിൾസിൽ വന്നുകൊണ്ട് ഞാൻ അറിഞ്ഞു എനിക്കും പഠിക്കാനുള്ള കഴിവുണ്ട്, എനിക്കും പഠിക്കാൻ പറ്റും, എനിക്കും ഇത് പാസ്സാകാൻ പറ്റും. അപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ ഇപ്പോൾ ഫാദറാണെങ്കിലും ഗ്രാൻഡ് ഫാദർ ആണെങ്കിലും ഒന്നിച്ചാണ് ബിസിനസ്, അവർ രണ്ടും ബിസിനസ് മാൻസാണ്. അപ്പോൾ ഒന്നിച്ചാണ് അവർ ബിസിനസ് നടത്തുന്നത്. അപ്പോൾ അവർക്ക് ഈ ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്ക് അവർക്കൊരു ഒരു കണക്ഷനുണ്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ അവർ നടത്തുന്നുണ്ട്. കാരണം ഞങ്ങളുടെ ഷോപ്പിലെ ആണെങ്കിൽ തന്നെ അക്കൗണ്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവർ CAക്കാരെ ഏൽപ്പിക്കുകയും അവർ അതിനെപ്പറ്റി അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും ഇങ്ങനെ ഒരു ആഗ്രഹം വന്നു. അപ്പോൾ ഞാനാണ് അപ്പോൾ എൻ്റെ വീട്ടിലെ മൂത്ത ആൾ. അപ്പോൾ ഇവൻ +2 കഴിഞ്ഞാൽ ഇവൻ എന്തിനു വിടണം എന്ന് പറഞ്ഞാൽ അവർക്കൊരു വിഷയം ഉണ്ടായിരുന്നു. ഇവന് ഒരു അക്കൗണ്ട്സ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഇവർക്ക് ഇതേപോലെ ഒരു സ്റ്റാൻഡേർഡായിട്ടൊരു കോഴ്സിലേക്ക് വിടണമെന്ന് അവർക്കൊരു വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഫാമിലിയുടെ മൊത്തത്തിലൊരു വിഷയമായിരുന്നു ഇവനെ ഒരു CA ഫീൽഡിലേക്ക് വിടണമെന്ന്. പക്ഷേ CA പറ്റി നമ്മൾ അറിഞ്ഞപ്പോൾ അത് എന്നെപ്പോലുള്ള ഒരാൾക്ക് സംബന്ധിച്ച് അതൊരു റിസ്ക്കി ആയിട്ടുള്ളൊരു കോഴ്സായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നതാണ് അതിൻ്റെ CA കഴിഞ്ഞിട്ടുള്ളത് നമുക്കൊരു ഓപ്ഷനായിരുന്നു ACCA. അങ്ങനെ അവർ ACCA ചൂസ് ചെയ്തു. അതേപോലെ തന്നെ അവരുടെ വിഷയപ്രകാരം തന്നെ ഞാനും ACCA അക്സെപ്റ്റ് ചെയ്തു. അതേപോലെയാണ് അപ്പോൾ ഈഗിൾസിൽ ഞാനും എൻ്റെയും വീട്ടിലെ ഈഗിൾസിനെ കുറിച്ച് ചർച്ച വന്നു. ഞങ്ങൾ ഓക്കെ എന്നാൽ അപ്പോൾ നമുക്ക് ഈഗിൾസിൽ പോയി നോക്കാം. നമുക്ക് അത്രയും 100% നമ്മൾ ഉറപ്പ് പറഞ്ഞ് നമുക്ക് ACCA പഠിക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടായിരുന്നില്ല. ഈഗിൾസിൽ വന്ന് നോക്കാം, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതായാലും നമ്മൾ പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്നാൽ പിന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞാണ് ഈഗിൾസിൽ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡയറക്റ്റ് ഈഗിൾസിനെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ കോർഡിനേറ്ററായ
ആസ്ന മാമായിട്ടാണ് ഞങ്ങൾ ആദ്യം കോൺടാക്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ വന്നു, നമുക്ക് ഫീസ് സ്ട്രക്ചറും അതേപോലെ ACCA 13 പേപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ പേപ്പേഴ്സിനും ഓരോ ഫാക്കൽറ്റീസ്, മെൻറ്റേഴ്സ് അങ്ങനെ വന്ന് ACCA ഓരോ പേപ്പർ വഴി നമുക്ക് ഇവിടെ എടുക്കാം. അതേപോലെ ആദ്യം ഇന്ന എമൗണ്ട് പേ ചെയ്താൽ നമുക്ക് അഡ്മിഷൻ എടുത്ത് ഞങ്ങൾ ഏകദേശം ഒരു എമൗണ്ട് ഇവിടെ പേ ചെയ്ത് അഡ്മിഷൻ സീറ്റ് ഉറപ്പിച്ചു ഞാനും ഇവനും. അങ്ങനെ ജൂൺ 30 ഞങ്ങൾ ഈഗിൾസിൽ വന്ന് ചേർന്നത്. ഈഗിൾസിൽ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം +2 ലൈഫിലാണെങ്കിലും നാട്ടിൽ അത്യാവശ്യം എല്ലാ പരിപാടികളും ഇൻവോൾവ് ആയിട്ടും അല്ലാതെയുള്ള പരിപാടികളെല്ലാം പോയി അത്യാവശ്യം അടിച്ചു പൊളിച്ച് നടന്ന ലൈഫായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ഈഗിൾസിനെ പറ്റി ആദ്യം കേട്ടപ്പോൾ നമ്മൾ കേൾക്കാൻ പറ്റിയതെന്ന് വെച്ചാൽ ഫോൺ റെസ്ട്രിക്ഷൻസ് നല്ലോണം ഉള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈഗിൾസ്. അപ്പോൾ ഏതൊരു കുട്ടിക്കും മീൻസ് ഞങ്ങളുടെ ഒരു ഏജിലുള്ള ഏതൊരു കുട്ടിക്കും അതങ്ങോട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഏകദേശം സ്റ്റുഡൻസ് ഉണ്ടാവും അങ്ങനെ ഫോണൊക്കെ സെൽഫ് കൺട്രോൾ ചെയ്യാൻ പറ്റിയ കുട്ടികളുണ്ടാവും. പക്ഷേ എന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം അതൊട്ടും അങ്ങനെ കംപ്ലീറ്റ്ലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞു അത് നിങ്ങളെ കൊണ്ട് പറ്റൂല. ആസ് വെൽ ആസ് എൻ്റെ ഫാമിലിയിലുള്ള കുറച്ച് പേര് പറഞ്ഞു ഇവൻ അങ്ങനെ പോയാൽ അങ്ങനെ നിൽക്കാൻ സാധ്യതയില്ല, അങ്ങനെ പറഞ്ഞവരുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട്സ് കളിയാക്കിയതല്ല, അവർ പറഞ്ഞു ഇതൊക്കെ നടക്കുമോ, നിങ്ങൾ ജയിലിലേക്കാണോ പോണേ, ജയിലല്ലേ അവിടെ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പലരും ഞങ്ങൾ രണ്ടും ചേർന്നതിന് മുമ്പ് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും അതൊക്കെ കേട്ട് എല്ലാം കഴിഞ്ഞ് എന്നാൽ പിന്നെ നമുക്ക് പോയി നോക്കാം, ഇത്ര ആയതല്ലേ എന്തായാലും പോയി നോക്കാൻ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞാൽ ജൂൺ 30 ഞങ്ങൾ ഇവിടെ വന്ന് അഡ്മിഷൻ എടുത്ത് ജൂലൈ 1 ഞങ്ങളുടെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾ നല്ല നെർവസ് ആയിട്ടാണ് ഞങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. ജൂലൈ 1 ഞങ്ങളുടെ FA ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ഫസ്റ്റ് പേപ്പറിൻ്റെ ക്ലാസ് ജൂലൈ 1 തുടങ്ങി. അന്ന് ഫസ്റ്റ് ക്ലാസ്സിന് വന്ന് നമ്മുടെ ഫസ്റ്റ് ഫാക്കൽറ്റി ഷാമിലായിരുന്നു. ഷാമിൽ സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ഉള്ള ഒരാളാണ്. FA എന്ന് പറഞ്ഞൊരു ടഫ് പേപ്പറാണ്. FA എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല ടഫുള്ളൊരു പേപ്പറാണ്. പക്ഷേ അത് സാറ് പഠിപ്പിക്കും തോറും ഞങ്ങൾക്ക് സിമ്പിളായിട്ട് തോന്നിക്കൊണ്ടിരുന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് +2 ഞാൻ ഒട്ടും പഠിക്കാത്ത ഒരാളാണ്. +2 പഠിക്കുന്ന ഒരു ലാഘവത്തിലാണ് എനിക്ക് FA ഒരു പേപ്പർ മുമ്പ് കിട്ടുമ്പോൾ എനിക്ക് പഠിക്കാൻ തോന്നുന്നത്. കാരണം അത് ഫാക്കൽറ്റീസിൻ്റെ ഒരു ബെസ്റ്റ് ഒരു ക്വാളിറ്റിയാണ് നമ്മളെ ഒരു ഏറ്റവും എളുപ്പമുള്ള രീതിയിൽ നമ്മളെ മനസ്സിലാക്കിപ്പിക്കുക എന്നുള്ളത്. ഫാക്കൽറ്റി അത് ഞങ്ങളുടെ ഫസ്റ്റ് പേപ്പറായിരുന്നു. എൻ്റെ ലൈഫിൽ സീരിയസ് ആയിട്ട് ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നൊരു ഡിസിഷൻ എന്ന് പറയുമ്പോൾ സീരിയസ് ആവണമെന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നതും ACCയുടെ ഫസ്റ്റ് പേപ്പറും എൻ്റെ കരിയറിൽ FA ആയിരുന്നു. FA എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ പേപ്പർ എനിക്ക് അത്ര സിമ്പിളായിട്ട് എടുത്തു തന്ന ഫാക്കൽറ്റീസിനോടും എൻ്റെ മെൻറ്റർ റിദ്വാൻ സാറ്, എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. സാറ് ഒരുപാട് ടഫ് സിറ്റുവേഷനുകളിലും എനിക്ക് ചില ക്വസ്റ്റ്യൻ കാണുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്ത സിറ്റുവേഷനുകളിൽ സാറ് വളരെ എളുപ്പമുള്ള രീതിയിലും മെത്തേഡ്സുകളിലും നമുക്ക് ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ എന്ത് ACC ഡൗട്ടുകളുണ്ടെങ്കിലും എന്തിനും ഏതിനും ഞങ്ങളുടെ സ്വന്തം സ്നേഹം ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും എന്തിനും ഏതിനും ഞങ്ങളുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരാളാണ് സ്നേഹം. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ FAയുടെ ക്ലാസ്സിൽ കയറിയപ്പോൾ പലരും ACC ട്രാക്കിലേക്ക് കയറാൻ കുറച്ച് സമയം എടുക്കും, അങ്ങനെ തന്നെയാണ് നമ്മൾ ഷാമിൽ സാറ് പറഞ്ഞത്. ഷാമിൽ സാറ് പറഞ്ഞത് 100% കറക്റ്റായെന്ന് വെച്ചാൽ ഷാമിൽ സാറ് ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ അടുത്ത് പറഞ്ഞു ഇത് ACC ടഫ് കോഴ്സാണ്, പക്ഷേ നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയൊരു കോഴ്സാണ് ACCA. ഷാമിൽ സാറെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ പഠിപ്പിക്കാൻ വരുമ്പോൾ സാറ് പാർഷ്യലി ക്വാളിഫൈഡ് ആണ് ACCA. അപ്പോൾ ആ സാറിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നമ്മുടെ അടുത്ത് പറഞ്ഞാണ് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാം. ഇപ്പോൾ എന്നെ ഇവനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊന്നും അധികം +2 അങ്ങനെ പഠിക്കുന്ന കുട്ടികളല്ല. എന്ന് പറഞ്ഞാൽ മീൻസ് എക്സാം ആണെങ്കിലും എക്സാമിൻ്റെ ഒരു സീരിയസ്നെസ് എടുത്ത് എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ അതിന് മുമ്പോ ഞങ്ങൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യാറില്ലായിരുന്നു +2 വരെ. അപ്പോൾ ഷാമിൽ സാർ എന്ന് പറഞ്ഞാൽ ഷാമിൽ സാർ എടുക്കാൻ വന്ന ഫസ്റ്റ് തന്നെ നമുക്ക് ACCA പ്രോബ്ലം പേപ്പറാണ്. ആ പ്രോബ്ലം പേപ്പർ എത്രത്തോളം ടഫ് പ്രോബ്ലം ആണെങ്കിലും അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിയ ഒരു ഈസി വേ കണ്ടെത്തി നമുക്ക് ആ വഴി നമുക്ക് പഠിപ്പിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു ഫാക്കൽറ്റിയാണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയത് ഷാമിൽ സാറ്. അപ്പോൾ ഷാമിൽ സാർ ഇപ്പോൾ ഷാമിൽ സാറ് നമ്മുടെ ഫസ്റ്റ് ഒരു ഇന്ന ടൈമിൽ നമ്മുടെ ഫാക്കൽറ്റി കഴിഞ്ഞ് നമുക്ക് പോവും. ആ ഫാക്കൽറ്റി ടൈമിൽ തന്നെ നമുക്ക് എത്രത്തോളം നമ്മൾ മനസ്സിലാക്കി തരാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ മനസ്സിലാക്കി തന്നിട്ടാണ് ഫാക്കൽറ്റി അന്നേ ദിവസം പോകുന്നത്. അത് കഴിഞ്ഞിട്ട് തന്നെ നമുക്കൊരു ബാക്ക് ബോണായിട്ട് നമുക്കൊരു ബാക്ക് സപ്പോർട്ട് തരാൻ വേണ്ടി ഈഗിൾസ് നമുക്ക് ഓരോ പേപ്പറിനും ഓരോ മെൻറ്റേഴ്സിനും നമുക്ക് ഇവിടെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്.
അതേപോലെ ഫസ്റ്റ് പേപ്പറിന് നമുക്ക് തന്ന ഒരു ജെം, യെസ്, നമുക്ക് കറക്റ്റായിട്ട് പറയാം, ഒരു ജെമ്മായിരുന്നു റിദ്വാൻ സാറ്. റിദ്വാൻ സാർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ അവസാനം നമുക്ക് എക്സാം ടൈം ആയപ്പോൾ എല്ലാവരും മീൻസ് ഇപ്പോൾ ACC ഒരു പേപ്പറിന് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് എക്സാം ഫീസായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഇപ്പം ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു ACC സ്റ്റുഡൻറ്റ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് ആ കുട്ടിയുടെ എക്സാമിന് കൊടുത്തിട്ടല്ല, അതിൽ മറിച്ച് ഈ എക്സാമിന് നമ്മൾ പേ ചെയ്യുന്ന എമൗണ്ടിനെ കുറിച്ചായിരിക്കും എല്ലാവരും ടെൻഷൻ. അപ്പോൾ എല്ലാവരും ഈ എക്സാമിൻ്റെ സമയത്ത് ടെൻഷൻ അടിച്ച് കൂടുതൽ പിള്ളേർക്കും ടെൻഷൻ കാരണം ഓരോന്നും മറന്നുപോയി തുടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ റിദ്വാൻ സാറ് നമ്മുടെ അടുത്ത് ഓരോരുത്തരുടെ അടുത്തും വന്നിട്ട് ഡൗട്ട് ഉണ്ടോ എന്ന് ചോദിച്ചാണ് നമുക്ക് ഇത് ഓരോന്ന് പറഞ്ഞു തന്നത്. അതേപോലെ തന്നെ നമ്മളെ ഷാമിൽ സാറ് റിവിഷൻ ക്ലാസ് എക്സ്ട്രാ എടുത്ത് 3 ദിവസം വന്നിട്ട് ഞങ്ങൾക്ക് എല്ലാ പോർഷൻസും ഒന്നോടെ നമുക്ക് കവർ ചെയ്ത് തന്നിട്ടാണ് നമ്മൾ ഓരോരുത്തരും എക്സാം എഴുതാൻ പോയത്. പിന്നെ അൺലക്കി ആയതുകൊണ്ട് കുറച്ച് പേര് സെക്കൻഡ് അറ്റംപ്റ്റ് ആയി പോയവരുണ്ട്. അത് എന്തുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ടെൻഷൻ കൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് ഫാക്കൽറ്റീസും മെൻറ്റേഴ്സും നമുക്ക് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടും പ്രോപ്പറായിട്ടുള്ള ക്ലാസ്സുമാണ് നമുക്കിവിടെ പ്രൊവൈഡ് ചെയ്തത് FAക്ക്. ഈവൻ എൻ്റെയൊക്കെ ടെൻഷൻ ആദ്യം ഇത് തന്നെയായിരുന്നു, ഇപ്പം തോറ്റുപോയപ്പോൾ എന്ത് ചെയ്യും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ആയിരുന്നു. തോറ്റുപോയി കഴിഞ്ഞുള്ള സിറ്റുവേഷൻസ്, ഇത് പോകാൻ പോണ പൈസയുടെ ചിന്തകളൊക്കെ ആയിരുന്നു നമുക്ക് ആദ്യം തന്നെ. അതേപോലെ എടുത്തു പറയേണ്ട ആളാണ് ഞങ്ങളുടെ സ്വന്തം അസ്ന മാം. ഏതൊരു കാര്യത്തിനും എന്ന് പറഞ്ഞാൽ പഠനത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ സംബന്ധിച്ചുള്ള ഏതൊരു കാര്യത്തിനും നമ്മളോട് കൂടെ ഓടി നടന്ന് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങളാണെന്ന് കണ്ടറിഞ്ഞ് നമുക്ക് ചെയ്തു തരുന്ന ഒരാളാണ് അസ്ന മാം, ഞങ്ങളുടെ കോർഡിനേറ്റർ. അപ്പോൾ ഈഗിൾസിൽ നമുക്ക് ACC ഒരു ടഫ് കോഴ്സാണ്. ഫസ്റ്റ് പേപ്പർ പഠിച്ചുകൊണ്ടെങ്കിൽ പ്രോബ്ലം പേപ്പറാണെന്ന് കണ്ടപ്പോൾ തന്നെ ടഫാണെന്ന് മനസ്സിലാക്കി എല്ലാ പിള്ളേർക്കും എല്ലാ സ്റ്റുഡൻസിനും ഒരു ഫാക്കൽറ്റി മെൻറ്ററും കോർഡിനേറ്ററുമാണ് നമുക്ക് ഈഗിൾസ് ആദ്യം നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ ആദ്യം തന്നെ എന്നിട്ടപ്പോൾ എക്സാം നല്ല ടെൻഷനോടുകൂടി ഞാനും ഫസ്റ്റ് ഒരു ഡേറ്റിലാണ് ഞങ്ങൾ ഒന്നിച്ചാണ് എക്സാം എഴുതുന്നത്. ഐ തിങ്ക് സെപ്റ്റംബർ 11 നമ്മൾ FA എക്സാം എഴുതുന്നത്. മാഷാ അല്ലാഹ്, അപ്പോൾ അൽഹംദുലില്ലാഹ് ഞങ്ങൾ പാസ്സായി. ഞങ്ങൾ രണ്ടുപേരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് ഷാമിൽ സാറിനോടും റിദ്വാൻ സാറിനോടും അസ്ന മാമിനോടും ഈ അവസരത്തിൽ താങ്ക് യു പറയുകയാണ്. അതേപോലെ അപ്പോൾ ഫസ്റ്റ് പേപ്പർ ഞങ്ങൾ അതേപോലെ കഴിഞ്ഞു. അതേപോലെ ഒരു 10 ദിവസം നമുക്ക് പേപ്പർ ബ്രേക്ക് കഴിഞ്ഞിട്ട് സെക്കൻഡ് പേപ്പർ നമുക്ക് BT ആയിരുന്നു. അപ്പോൾ BTക്ക് വേണ്ടി നമുക്ക് ഈഗിൾസ് പ്രൊവൈഡ് ചെയ്ത ഫാക്കൽറ്റിയാണ് നമ്മുടെ സ്വന്തം ഫിജാസ് സാറ്. ഫിജാസ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യമുണ്ട്. ഫിജാസ് സാർ എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ വന്നാൽ തന്നെ ക്ലാസ് ആക്റ്റീവാണ്. സാറിനെ കൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഡൗൺ ആണെങ്കിൽ സാറ് തന്നെ ഓരോന്ന് കാണിച്ച് നമ്മളെ ക്ലാസ് ഓണാക്കുന്ന ഒരു ടൈപ്പാണ് നമ്മൾ ഫിജാസ് സാറ് എന്ന് പറഞ്ഞാൽ. ഡെയിലി ടാസ്ക്, ഓരോ കോമഡി എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ വെച്ച് ഈ സാറിൻ്റെ ടീച്ചിങ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാ എക്സാമ്പിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഏതൊരു കുട്ടിക്ക് ഇപ്പോൾ ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ ആ എക്സാമ്പിൾ വെച്ച് സാറത് നമുക്ക് എന്തായാലും മനസ്സിലാക്കി എടുപ്പിക്കും. അതെന്താണെന്ന് വെച്ചാൽ സാറിൻ്റെ അടുത്ത് പിന്നെ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് പിന്നീടൊരു ഡൗട്ട് ചോദിക്കേണ്ട ഒരു ഓപ്ഷൻ അവിടെ വരുന്നില്ല. ഇപ്പോൾ മെയിൻ ടോപ്പിക്ക് സാർ എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്ക് മനസ്സിലായില്ലെങ്കിൽ ആ ടോപ്പിക്ക് ബേസ്ഡ് ആയിട്ട് ഒരു കറക്റ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാ സ്റ്റുഡൻസിനും ഒരേപോലെ മനസ്സിലാവുന്ന ഒരു എക്സാമ്പിൾ സാർ തന്നെ നമുക്ക് പറഞ്ഞു തരും. ആ ഒരു ടീച്ചിങ് മെത്തേഡാണ് നമുക്ക് ഫിജാസ് സാറിൻ്റെ കയ്യിലുള്ളത്. അത് നമ്മുടെ ക്ലാസ്സിലുള്ള ഓരോ കുട്ടികൾക്കും വെരി ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു ഫിജാസ് സാറിൻ്റെ ഉള്ളത്. ഫിജാസ് സാറിനെ എനിക്കൊരു സാറായിട്ട് മാത്രം കാണാൻ പറ്റില്ല, എൻ്റെ ഒരു ബ്രദറായിട്ടും കൂടി ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം ഫിജാസ് സാറിൽ ഞാൻ എന്നെ ഒരു സാറിന് തന്നെ എന്നെ കണ്ടു സാർ. കാരണം എൻ്റെ അതേ ഒരു പ്രകൃതമുള്ള ഒരാളാണ് സാറ്. ഞാനും ഇവൻ എന്ന് പറയുമ്പോൾ അത്യാവശ്യം എക്സ്ട്രോവേർട്ടായിട്ടുള്ള ആൾക്കാരാണ്. ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് വാടച്ചു വയ്ക്കാനോ അല്ലെങ്കിൽ വർത്തമാനം പറയാണ്ടിരിക്കാനോ ഒന്നും ഞങ്ങൾക്ക് സാധ്യമായിട്ടുള്ള കാര്യങ്ങളല്ല. ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങളുടെ സെക്കൻഡ് പേപ്പറിൻ്റെ ഫാക്കൽറ്റി അതേപോലൊരു സാറാണ്. അത് കൂടാതെ പഠിപ്പിക്കുന്ന ഓരോ മെത്തേഡും സാറിൻ്റെ ഭയങ്കര കിടിലമാണ്. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് മനസ്സിലായെന്നുള്ള കാര്യം നമുക്ക് ഇതായിരുന്നു പഠിക്കേണ്ടത് നമുക്ക് പിന്നെ തിരിയണത്. നമ്മൾ പിന്നെ പഠിക്കാതിരിക്കുമ്പോൾ നമ്മൾ ഓർക്കും സാറിൻ്റെ ഓരോ എക്സാമ്പിൾസും ഓരോ കാര്യങ്ങളും നമ്മൾ സാറ് പറഞ്ഞത് നമ്മളിങ്ങനെ ഓർത്ത് എടുക്കും. കാരണം നമുക്ക് ഓർമ്മ ഉണ്ടാവും. കാരണം അത്ര സിമ്പിളും വാല്യുബിളായിട്ടുള്ള രീതിയിലാണ് സാർ ക്ലാസ് എടുക്കുന്നത്. ഒരിക്കലും സാറിൻ്റെ BT എന്ന് പറഞ്ഞാൽ അത്യാവശ്യം തിയറി പേപ്പറാണ്. ആ തിയറി പേപ്പർ നമുക്ക് ഞങ്ങൾ ഓർത്ത് നല്ല ഉറക്കം വരും. ഞങ്ങളുടെ സീനിയേഴ്സാണെങ്കിലും പറഞ്ഞ് നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം എന്നൊക്കെയാണ്. പക്ഷേ ഇതുവരെ 10 ക്ലാസ് ഞങ്ങൾ കയറി, ഇതുവരെ ഞങ്ങൾക്ക് ക്ലാസ് ഇരുന്നിട്ട് ഇതുവരെ ബോർ ഫീൽ ചെയ്തിട്ടില്ല. കാരണം സാറ് അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല, നമുക്ക് അതിനുള്ള ഗ്യാപ്പ് കിട്ടില്ല.
നമ്മൾ എന്തെങ്കിലും ഒരു ടോപ്പിക്ക് മനസ്സിലാക്കി തിരിച്ചു വരുമ്പോൾ നമുക്ക് ബോറടിക്കാനുള്ളൊരു പോയിന്റ് എത്തുമ്പോൾ സാർ അപ്പം തന്നെ എന്തെങ്കിലും ഇട്ട് നമ്മൾ ഓണാക്കും. അത് സാറിൻ്റെ ഒരു കഴിവാണത്. അതേപോലെ ഇവൻ പറഞ്ഞ പോലെ തന്നെ BT ക്ലാസ് ഒട്ടും നമുക്ക് അത്ര ബോറിംഗ് ആയിരുന്നില്ല. ഈ തിയറി പേപ്പർ ആയതിനാൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആവില്ല പെട്ടെന്ന്. കാരണം വെച്ചാൽ പെട്ടെന്ന് മറന്നു പോയവരുണ്ടാവും. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് പ്രിഫർ ചെയ്യണത് പ്രോബ്ലം പേപ്പേഴ്സ് ആണ്. കാരണം വെച്ചാൽ എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് പ്രോബ്ലം പേപ്പേഴ്സ് ആണ്. പക്ഷേ കുറച്ച് പേർക്ക് തിയറി ഓക്കെയാണ്, പെട്ടെന്ന് ഡൈജസ്റ്റ് ആവില്ല തിയറി. അപ്പോൾ ആ ക്ലാസ് ആണെങ്കിൽ അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഫിജാസ് സാറ് ഈ ക്ലാസ് എടുക്കുന്നതും ഓരോ പിള്ളേരിലേക്ക് ഓരോ സ്റ്റുഡൻസിലേക്ക് എത്തിച്ചേർന്ന ആ ടോപ്പിക്ക് സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നതും. അതേപോലെ ഈ എക്സാമ്പിൾ ബേസ്ഡ് ടീച്ചിങ് മെത്തേഡ് ആയതുകൊണ്ട് മാത്രമെന്നല്ല, സാറിൻ്റെ ഒരു ക്വാളിറ്റിയാണ് ആ ഒരു ടീച്ചിങ് മെത്തേഡ്. അപ്പോൾ അത് നമുക്കൊന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആദ്യം പ്രോബ്ലം പേപ്പർ ആയിരുന്നു ആദ്യത്തെ പേപ്പർ. ഇത്ര ടെൻഷൻ അടിച്ച് നമ്മൾ എക്സാം എഴുതി. അത് വെച്ച് നോക്കുമ്പോൾ സാറിൻ്റെ ടീച്ചിങ് മെത്തേഡും ഞങ്ങൾ അത് വെച്ച് സാറ് നമുക്കൊരു കഴിഞ്ഞപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ തന്നു. ആ സ്റ്റഡി പ്ലാൻ വെച്ച് പഠിച്ചുകൊണ്ട് നമുക്ക് ഒന്ന് റിലീഫായിട്ട് ഒന്ന് ഫ്രീ ആയിട്ട് ഇരുന്ന് പഠിച്ച് എക്സാം എഴുതാൻ പറ്റിയൊരു പേപ്പറായിരുന്നു BT. അതേപോലെ തന്നെ BT അൽഹംദുലില്ലാ ഞങ്ങളുടെ ക്ലാസ്സിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാണ്. അതേപോലെ തന്നെ എക്സാം എഴുതി ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കാര്യമാണെങ്കിലും ഞങ്ങളും BT പാസ്സാണ്. അതേപോലെ തന്നെ എല്ലാം കഴിഞ്ഞ് ഈ ഞങ്ങളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഞങ്ങളെന്നല്ല ഞാൻ എടുത്ത് പറയുന്നില്ല, ഞങ്ങളെ രണ്ടുപേരുടെ കാര്യം മാത്രം ഞാൻ ഇവിടെ പറയുകയാണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുള്ള ഞങ്ങളുടെ ചേഞ്ച് മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ ഞങ്ങൾ സൂചിപ്പിച്ച പോലെ കൺസിസ്റ്റൻ്റായിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസ് ആയിരുന്നില്ല ഞങ്ങൾ. അപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ നമ്മുടെ കൂടെ ഇവിടെ CS സ്റ്റുഡൻസ് ഉണ്ട്. CS സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ പറയേണ്ട കാര്യം എന്തായാലും ഉണ്ട്. ഞങ്ങളിപ്പം ഞങ്ങൾ ACCA സ്റ്റുഡൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് CA പറ്റി ഇവിടെ പറയാണ്ടിരിക്കാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിപ്പോൾ ഇപ്പോൾ 9 ഞങ്ങൾക്ക് മോർണിംഗ് 9 ഞങ്ങൾക്കൊരു ക്ലാസ് തുടങ്ങി ഒരു 10 or 11 ആകുമ്പോൾ ഞങ്ങൾക്ക് ഫസ്റ്റ് ബ്രേക്ക് കിട്ടും. അതേപോലെ തന്നെ സെയിം CA കുട്ടികൾക്കും അതേപോലെ തന്നെ ബ്രേക്ക് ഉണ്ടാവാം. ഞങ്ങൾ ബ്രേക്കിൽ ഇറങ്ങുമ്പോൾ ഞങ്ങൾ അതും ഇതും പറഞ്ഞ് സാറായിട്ടാണെങ്കിലും സ്റ്റുഡൻസ് ആയിട്ടാണെങ്കിലും ഞങ്ങൾ അങ്ങനെ മിങ്കിൾ ചെയ്ത് നിൽക്കുമ്പോൾ ഈ ബ്രേക്ക് ടൈമിലാണെങ്കിലും രാവിലെ അന്ന് ക്ലാസ് എടുത്ത പോർഷൻസ് CA കുട്ടികൾ അപ്പോൾ തന്നെ നമുക്കിവിടെ ഈഗിൾസ് CA സ്റ്റുഡൻസിനാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും പിൻ ഡ്രോപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്. അപ്പോൾ പിൻ ഡ്രോപ്പിൽ പോയിരുന്ന് ഈ CA കുട്ടികളെല്ലാം ആ ബ്രേക്കിന് പഠിപ്പിച്ച അപ്പോൾ തന്നെ ആ പിൻ ഡ്രോപ്പിൽ പോയിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഈവൻ ക്ലാസ് കഴിഞ്ഞു, എല്ലാ CAയുടെ ആണെങ്കിലും ACCA സ്റ്റുഡൻസിൻ്റെ ആണെങ്കിലും അന്നേ ദിവസത്തെ ഫാക്കൽറ്റി കഴിഞ്ഞാൽ ഞങ്ങൾ ACCA സ്റ്റുഡൻസ് അത്യാവശ്യം ഫ്രീ ആയിട്ട് നിൽക്കുമായിരിക്കും. കാരണം നമുക്ക് ഓരോ പേപ്പറായിരിക്കും, നമ്മൾ ഓരോ പേപ്പറാണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അത്യാവശ്യം ഫ്രീ ആയിട്ടൊന്ന് നിൽക്കാനുള്ള ടൈം കിട്ടും. അപ്പം ഞങ്ങൾ ഈ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈമിലും ഈ CA സ്റ്റുഡൻസ് സെയിം നമ്മുടെ ഏജും നമ്മുടെ മൈൻഡും നമ്മുടെ എല്ലാം നമ്മളെപ്പോലെ തന്നെയുള്ള സ്റ്റുഡൻസാണ് അവരും. അപ്പോൾ അവർക്കും എൻ്റർടൈൻമെൻറ്റ് ഇഷ്ടം ഉള്ളവരാണ്. പക്ഷേ അവർ മനഃപൂർവ്വം അവരുടെ ഇഷ്ടത്തിൽ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇഷ്ടത്തിന് CA എടുത്തു, ആ കോഴ്സ് എടുത്ത് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അവർക്ക് രക്ഷപ്പെടണം എന്നോർത്ത് CA സ്റ്റുഡൻസ് ആ ഗ്യാപ്പിലും ആ ബ്രേക്കിലും അവർ കണ്ടിന്യൂസ്ലി കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഈവൻ ഞങ്ങളെപ്പോലെ ഇപ്പോൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാത്ത കുട്ടികൾക്കും പഠിക്കണം എന്നുള്ളൊരു മൈൻഡ് വരുന്നത്. അതാണ് ഞങ്ങൾ പറഞ്ഞ ഈഗിൾസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റഡി അറ്റ്മോസ്ഫിയർ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. അതിപ്പോൾ എനിക്ക് തോന്നുന്നില്ല യെസ് അപ്പോൾ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനത്തെ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിനേക്കാൾ കൂടുതൽ നമുക്ക് ഈഗിൾസ് ഡിഫറൻ്റ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞു ഫാമിലി ആണെങ്കിൽ ഫ്രണ്ട്സ് ആണെങ്കിൽ ഈ ഫോൺ റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം നിങ്ങൾ അവിടെ നിന്ന് പോകില്ല, നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. എന്തുകൊണ്ട്? ഈ ഫോണിൻ്റെ കാര്യം കൊണ്ട് മാത്രം. ഇപ്പം ഞങ്ങൾക്കുള്ള ടൈം അത്ര പോലും CA സ്റ്റുഡൻസിന് ഫോൺ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതൊരു ബെസ്റ്റ് ഇവിടുത്തെ ഒരു റൂൾ വെച്ചാൽ ഈഗിൾസിൻ്റെ ഒരു ബെസ്റ്റ് റൂളാണ് അവരെ വെച്ചേക്കുന്നത് ഈ ഫോൺ റെസ്ട്രിക്ഷൻസ് എന്നുള്ള കാര്യം. ഫോൺ കൺട്രോൾ ചെയ്യുന്ന കൂടെ ഇവർ കൊണ്ടുവന്ന 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ ഈ ഓവർ ടൈമുള്ള ഫോൺ കൊണ്ടുള്ള അൺനെസസറി തിങ്സ് നമ്മളെ കൂടുതൽ ഒഴിവാകും. പിന്നെ നമ്മുടെ കരിയറിനെ പറ്റി നമ്മൾ തന്നെ ചിന്തിക്കാൻ തുടങ്ങും. ഈ പഠിത്തം കൊണ്ട് അല്ലെങ്കിൽ ഇപ്പം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ഭാവിയിൽ കിട്ടാൻ പോകുന്നത്, ഫ്യൂച്ചറിൽ എന്താണ് നമുക്ക് നേടാൻ പോകുന്നത്. ഏറ്റവും കൂടുതൽ ഞാൻ പറയാനുള്ളത്, ഇപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫാദറിൻ്റെയും ഗ്രാൻഡ് ഫാദറിൻ്റെയും ഫാമിലിയുടെ വിഷയം കൊണ്ടാണ് ഏറ്റവും കൂടുതൽ ഞാനിപ്പോൾ ACCA ചൂസ് ചെയ്ത് ഇപ്പോൾ 2 പേപ്പർ അൽഹംദുലില്ലാ ക്ലിയർ ആയിട്ട് ഞാൻ അവിടെ ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഇത് കഴിഞ്ഞിട്ടുണ്ടാകാൻ പോകുന്ന നമ്മുടെ ലൈഫ്,
എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെന്ന് പറഞ്ഞാൽ ACC എന്ന് പറഞ്ഞാൽ മിനിമം ഒരു 3 കൊല്ലം 3 ഇയേഴ്സ് കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കാം. 3 ഇയേഴ്സ് നമ്മൾ ഈ ഫോൺ റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും ഇതേപോലെ ഒരു കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ നമ്മളിരുന്ന് പഠിച്ചാൽ 3 കൊല്ലം കഴിഞ്ഞ് നമുക്ക് എന്താണോ കിട്ടാൻ പോകുന്നത് അത് നമുക്ക് സ്വപ്നം കാണുന്നേക്കാൾ ചിലപ്പോൾ വലുതായിരിക്കും. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ ഇവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്തു, നമ്മുടെ പേരൻസ് എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്ന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മളിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു ബെസ്റ്റ് സ്ഥലത്താണ് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ കറക്റ്റ് സ്ഥലത്താണ് ഈഗിൾസിലേക്ക് ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. കാരണം എന്താ, ഇവിടെ ഇൻവെസ്റ്റ് ചെയ്ത് ഇവർ നമ്മളെ പഠിപ്പിച്ചെടുത്ത് നമ്മളെ ഒരു പുറത്തേക്ക് വിടുമ്പോൾ നമ്മൾ ചെന്ന് വിടാൻ പോകുന്നത് ഒരു വലിയ ഹൈ പൊസിഷനിലേക്കാണ് നമ്മൾ ഇവിടുന്ന് ചെന്ന് വിടാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ കൂടുതലൊന്നും നമുക്ക് പേരൻസിനോ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്ക് പേരൻസിന് നമുക്ക് കൊടുക്കാനില്ല. പുറത്ത് ചെല്ലുമ്പോൾ പേരൻസ് നമ്മളിപ്പോൾ ചെല്ലുവാണെങ്കിൽ ഇപ്പോൾ എൻ്റെ പേര് അമീൻ, അവൻ ACC കംപ്ലീറ്റ് ആണ്, അങ്ങനെ എൻ്റെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ അവർ പുറത്ത് പോയിട്ട് പറയുമ്പോൾ അതിൽ കൂടുതൽ പ്രൗഡാവാൻ അവർക്ക് വേറെ ഒന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇപ്പോൾ പറയണമെന്ന് വെച്ചാൽ ഈ അവസരത്തിൽ ഞാൻ യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യാം. പക്ഷേ കരിയറിനെ കുറിച്ചും നമ്മുടെ പേരൻസിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കാണ്ടിരിക്കരുത്. എസ്പെഷ്യലി നമ്മുടെ പേരൻസിനെ കുറിച്ച് നമ്മൾ മറന്നു പോകാണ്ടിരിക്കരുത്. അത്രയാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിത്തിരിച്ചിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തേനെ, പക്ഷേ ഫോണിൻ്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറല്ലായിരുന്നു. കാരണം എനിക്ക് ഫോൺ ഇല്ലാണ്ട് ഞാൻ ഇതുവരെ ഞാൻ സർവ് ചെയ്തിട്ട് എനിക്ക് എൻ്റെ ഒരു അറിവിലില്ല. പക്ഷെ ഇവിടെ വന്നോളം എനിക്ക് മനസ്സിലായി എനിക്ക് ഫോണിൻ്റെ ആവശ്യമില്ല. ഫോൺ ഉപയോഗിക്കാണ്ടും എനിക്ക് സാധിക്കും. ഞങ്ങൾക്ക് ആർക്കും എനിക്ക് സത്യം ഞാൻ വീട്ടിലേക്ക് പോരുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇവിടെ വരുമ്പോൾ ഫോൺ 1.5 മണിക്കൂർ ഫോൺ ഞങ്ങൾക്ക് മാക്സിമം ഉള്ളൂ. അത് ആ സമയത്ത് ഞാൻ ദിവസത്തിലൊരു എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഫോൺ മാറ്റാറില്ല. ആ രീതിക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. അത്രയും കൂടുതൽ ഫോൺ ഉപയോഗിക്കുന്ന ഒരാളായിട്ട് പോലും എനിക്ക് ഇവിടെ വന്നപ്പോൾ നല്ലോണം മാറ്റാൻ പറ്റി. അത് ഈഗിൾസിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അത് എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റും. അതാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടുത്തെ മാനേജ്മെൻറ്റ് നമുക്ക് നമ്മളേതായ എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് നമ്മളിവിടെ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് പറഞ്ഞാൽ അവർ നമുക്ക് എന്താണോ വേണ്ടത് അവരത് ചെയ്തു തരും. അത്രയും സപ്പോർട്ടീവായിട്ടുള്ളൊരു മാനേജ്മെൻറ്റും ഒരു ബാക്ക് ടീമാണ് ഈഗിൾസിനുള്ളത്. അപ്പോൾ സ്റ്റുഡൻസിന് എന്താണോ ആവശ്യം അത് കണ്ടറിഞ്ഞ് അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് നമുക്കത് പറഞ്ഞാൽ നമുക്ക് അതിലേക്കുള്ള വഴി അവർ തന്നെ അത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആവശ്യമെങ്കിൽ അവരത് ഇൻവെസ്റ്റ്മെൻറ്റിന് റെഡിയാണ്. അതേപോലെ തന്നെ എന്ത് കാര്യം ഉണ്ടെങ്കിലും നല്ലൊരു സപ്പോർട്ടിങ് ആയിട്ടുള്ളൊരു മാനേജ്മെൻറ്റാണ് ഈഗിൾസിനുള്ളത്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് ഇനി അത് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു ACCA CA CMA അതേപോലത്തെ ഒരു കോഴ്സാണ് നിങ്ങളുടെ മനസ്സെങ്കിൽ ഈഗിൾസ് ഒട്ടും ബാക്കിലോട്ടല്ല. നിങ്ങൾക്ക് ബെസ്റ്റ് ഒരു ഓപ്ഷനായിരിക്കും ഈഗിൾസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളും അത്യാവശ്യം അടിച്ചു പൊളിച്ച് എല്ലാ പരിപാടിയിലും ഇൻവോൾവ് ആയിട്ട് നടന്ന ഒരു കുട്ടികൾ ഇപ്പോൾ ഈഗിൾസിൽ ഇതേപോലെ പലരും പറഞ്ഞു ജയിലിലേക്കാണ് നിങ്ങൾ പോകേണ്ടത്, ജയിലിലാണോ നിങ്ങളെന്ന് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. ഓക്കെ, ജയിലെന്ന് വിചാരിക്കണവർക്ക് അത് ജയിലെന്ന് വിചാരിക്കാം. പക്ഷേ ഇതിൻ്റെ ഉള്ളിലുള്ള ഞങ്ങൾ പറയണതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റിയൊരു ബെസ്റ്റ് ഓപ്ഷൻ അത് ഞങ്ങളുടെ ഒരു അനുഭവം വെച്ചാൽ ഞങ്ങൾ പറയുന്നു. നിങ്ങൾക്ക് കരിയർ ബിൽഡ് ചെയ്യാനാണെങ്കിലും പേരൻസിനെ പ്രൗഡാക്കാനാണെങ്കിലും എന്താണെങ്കിലും ഇവിടുന്ന് അതിനുള്ള ഐഡിയാസും നമുക്കൊരു ലൈഫ് ചേഞ്ചിങ് ആയിട്ടുള്ള എന്താണെങ്കിലും നമുക്ക് ഈഗിൾസ് ഇവിടുന്ന് നമുക്ക് ലഭിക്കുന്നതാണ്, നമുക്ക് തരുന്നതാണ്. അല്ല, ഇനിയിപ്പോൾ ആരെങ്കിലും CA ACCA പോലുള്ള കോഴ്സുകൾക്ക് സിമ്പിളായിട്ട് പീസ്ഫുൾ മൈൻഡായിട്ട് നമുക്ക് നല്ലൊരു സ്വഭാവം നമുക്ക് തന്നെ ഉണ്ടെന്ന് നമുക്കൊരു തോന്നൽ വരുത്താനും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു മനുഷ്യന്മാർ അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾക്ക് കണ്ടിട്ട് 18 വയസ്സുകളായുള്ളൂ. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള പ്രായം ആയില്ല എന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്കിവിടെ വന്നാൽ നമ്മൾ ഭയങ്കര മെച്യൂർ ആവും. കാരണം ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ തോന്നും, ഇത്രയും പ്രായത്തിൽ തന്നെ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ നമുക്ക് എന്നാ പറയാൻ പറ്റും, ഫോൺ കാര്യങ്ങളൊക്കെ ഓക്കെ. പക്ഷേ ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരാളോട് പെരുമാറേണ്ട രീതി, എങ്ങനെ നമുക്ക് നിൽക്കാം, ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട രീതി, എങ്ങനെ നമുക്ക് സംസാരിക്കാം, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു സ്വഭാവം ഒക്കെ നമുക്ക് സിമ്പിളായിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ പോലും അറിയില്ല നമുക്ക് ഉള്ളിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റായിട്ട് ഞങ്ങൾക്ക് എല്ലാവരോടും എന്താണ് മാനേജ്മെൻറ്റ് ലത്തീഫ് സാറ്, അസർ സാർ, ഗഫൂർ സാറ്, ഷിഫിൻ സാറ്, പിന്നെ ഞങ്ങളുടെ ഫാക്കൽറ്റീസായ
ഷാമിൽ സാർ, ഫിജാസ് സാർ, ആസ് വെൽ ആസ് ഞങ്ങളുടെ സ്വന്തം അസ്ന മാമിനും എല്ലാ മെൻറ്റേഴ്സിനും താങ്ക് യു പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നിർത്തുന്നു.